നമസ്കാരം. ഭാര്യാദോഷം വരുന്ന പുരുഷന്റെ ലക്ഷണം ജാതകത്തിൽ ഭാര്യയ്ക്ക് ദോഷം വരുമെന്നുള്ളത് പുരുഷന്റെ ജാതകം നോക്കിയാൽ അറിയാം. ഭാര്യ എങ്ങനെയൊക്കെ ആയിരിക്കും, ഏത് തരക്കാരിയായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് പുരുഷന്റെ ജാതകം നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ശുക്രൻ 4ലും 8ലും പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെന്ന് വയ്ക്കാം. ശുക്രന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതിരിക്കുക. ലഗ്നാൽ 5, 7, 9 ഈ ഭാവങ്ങളിൽ ആദിത്യ ശുക്രന്മാർ ഒരുമിച്ച് നിൽക്കുക. അതുപോലെ കന്നി രാശി ലഗ്നമായിട്ട് അവിടെ സൂര്യൻ ആദിത്യൻ നിൽക്കുക. മീനത്തിൽ ശനി നിൽക്കുക. 7ാം ഭാവാധിപൻ 5ൽ, 5ാം ഭാവാധിപൻ 7ൽ, 7ാം ഭാവം വൃശ്ചിക രാശിയാവുക, അവിടെ ശുക്രൻ നിൽക്കുക. 7ാം ഭാവം ഇടവൻ രാശിയായിട്ട് അവിടെ ബുധൻ നിൽക്കുക. ചന്ദ്രനും ശനിയും 7ൽ നിൽക്കുക. പുരുഷന് ജാതകത്തിൽ എടുത്തു കഴിയുമ്പോൾ തൻ്റെ സ്ത്രീക്ക് ദോഷം വരുന്നുണ്ടോ എന്നറിയാം. അതുപോലെ ഈ കാര്യങ്ങൾ നോക്കി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രൻ്റെ 4, 8 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കാം. ശുക്രൻ എന്താണ്? നല്ല ഗ്രഹമാണ്. അതിന് 4ലും 8ലും പാപഗ്രഹങ്ങൾ നിൽക്കാം. ശുക്രന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതിരിക്കാം. ലഗ്നാൽ 5, 7, 9 ഭാവങ്ങളിൽ ആദിത്യ ശുക്രന്മാർ ഒരുമിച്ച് നിൽക്കുക. ശുക്രന് ആദിത്യൻ്റെ യോഗം വരിക. കന്നി രാശി ലഗ്നമായിട്ട് വരിക, അവിടെ ആദിത്യനും നിൽക്കാം. മീനത്തിൽ ശനി നിൽക്കുക. മീനം എന്ന് പറയുന്നത് ആരാണ്? വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. അവിടെ ശനി നിൽക്കാം. 7ാം ഭാവാധിപൻ 5ൽ പോയി നിൽക്കുക. 5ാം ഭാവാധിപൻ 7ൽ പോയി നിൽക്കുക. 7ാം ഭാവം വൃശ്ചികൻ രാശിയാവുക, അവിടെ ശുക്രൻ നിൽക്കുക. ഇങ്ങനെയൊക്കെ സ്ത്രീയുടെ ജാതകത്തിലുണ്ടെങ്കിൽ പുരുഷൻ എന്തുണ്ടാവാം? ദോഷം ഉണ്ടാവാം. 7ാം ഭാവം ഇടവൻ രാശിയാവുക, അവിടെ പോയിട്ട് ആര് നിൽക്കുക? ബുധൻ നിൽക്കുക. ചന്ദ്രനും ശനിയും 7 നിൽക്കുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീയുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് പുരുഷന് ദോഷമാണ്. അപ്പോൾ പുരുഷന് ദോഷമാവുന്ന സ്ത്രീയുടെ ജാതകം വെച്ച് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന് ദോഷമാണ്. അപ്പം നമ്മൾ ഒന്നുകിൽ വിവാഹം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യുക, അല്ല അങ്ങനെയുള്ള ജാതകങ്ങൾ വരുമ്പോൾ നമ്മൾ ജാതകങ്ങൾ എടുക്കാതിരിക്കുക. സ്ത്രീയുടെ ജാതകത്തിൽ ഇങ്ങനെ ദോഷങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജാതകങ്ങൾ കൂട്ടിച്ചേർത്ത് വിവാഹം കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് പരിഹാരം ചെയ്യാവുന്നതാണ്.